അമേരിക്കയ്ക്ക് ആദരാഞ്ജലികൾ. ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തി നിങ്ങൾ ആടിത്തീർത്ത ഡോളർ സാമ്രാജ്യത്വത്തിന്റെ അന്ത്യമിത കുറിക്കപ്പെടുകയാണ്. പതിറ്റാണ്ടുകളായി അന്താരാഷ്ട്ര വിപണിയെ വരിഞ്ഞു മുറുക്കാൻ നിങ്ങൾ ആയുധമാക്കിയ ഡോളറിന്റെ അപ്രമാദിത്വം ഇനി വെറും പഴങ്കഥ. ലോകത്ത് അസ്ഥിരതയും സമാധാനക്കേടും മാത്രം വിതച്ച അമേരിക്കൻ തന്ത്രങ്ങൾക്ക് അർഹമായ തിരിച്ചടിയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അറബ് രാജ്യങ്ങളും ബ്രിക്സ് സഖ്യവും ഡോളറിനെ കൈവിട്ട് പുതിയൊരു സാമ്പത്തിക ക്രമത്തിലേക്ക് ചുവട് വെച്ചതോടെ അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തിന്റെ അടിത്തറയാണ് ഇളകിയിരിക്കുന്നത്. മരണമണിയാണ് ഇപ്പോൾ ഡോളറിന് കേൾക്കാൻ കഴിയുന്നത്. ആഗോള വിപണിയിൽ നിങ്ങളുടെ കറൻസി വഴി നിങ്ങൾ നടത്തി വന്ന ആധിപത്യത്തിന് ഇതാ ശുഭപര്യവസാനം സംഭവിച്ചിരിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സാമ്പത്തിക രംഗത്ത് നിലനിന്നിരുന്ന അമേരിക്കൻ ഡോളറിന്റെ അപ്രമാദിത്വം വൻ തകർച്ചയെ നേരിടുകയാണ് എന്ന യാഥാർത്ഥ്യം ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഡി ഡോളറൈസേഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രതിഭാസം കേവലം ഒരു സാമ്പത്തിക മാറ്റം മാത്രമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ സംഭവിക്കുന്ന വലിയൊരു അധികാര മാറ്റത്തിന്റെ വ്യക്തമായ സൂചന കൂടിയാണ് നൽകുന്നത്. സർവ്വലോകത്തെയും ഭരിക്കുന്നത് താനാണ് എന്ന അഹങ്കാരത്തിന് മേൽ അമേരിക്ക കെട്ടിപ്പൊക്കിയ സൗധങ്ങളൊക്കെ ഉടൻ തന്നെ തകർന്ന് തരിപ്പണമായിരിക്കും. അമേരിക്കയുടെ ആ അഹങ്കാരത്തിന്റെ പേരായിരുന്നു ഡോളർ. അതാണ് ഇപ്പോൾ നശിച്ചു തുടങ്ങിയത്. ഒടുവിൽ അറബ് രാജ്യങ്ങൾക്ക് പോലും ഡോളർ വേണ്ട എന്നായി. ദശകങ്ങളായി അന്താരാഷ്ട്ര വ്യാപാരത്തിലും വിദേശ നാണയ കരുതൽ ശേഖരത്തിലും ഡോളർ ആയിരുന്നു അവസാനത്തെ വാക്ക്. എന്നാൽ ഇന്ന് ചൈന, റഷ്യ, ഇന്ത്യ തുടങ്ങിയ പ്രമുഖ ശക്തികൾ തങ്ങളുടെ പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്താൻ താല്പര്യപ്പെടുന്നുണ്ട്. ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ റഷ്യക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ പല രാജ്യങ്ങളെയും ചിന്തിപ്പിച്ചു തുടങ്ങുകയും ചെയ്തു. തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിൽ സുരക്ഷിതമല്ല എന്ന ബോധ്യം പല രാജ്യങ്ങളെയും ഡോളറിന് പകരക്കാരെ കണ്ടെത്താൻ പ്രേരിപ്പിച്ചു. ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ സ്വന്തമായി ഒരു കറൻസി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതും എണ്ണ വ്യാപാരത്തിൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മറ്റ് കറൻസികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നതും ഡോളറിന്റെ ആധിപത്യം അവസാനിക്കുന്നതിന്റെ തെളിവുകൾ തന്നെയാണ്. ഡോളറിനെ ആയുധമാക്കി മറ്റു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന അമേരിക്കൻ തന്ത്രം ഇനി അധികകാലം വിജയിക്കില്ല എന്നതാണ് ആഗോള സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്കയുടെ തണലിൽ നിന്ന് മാറി ഒരു ബഹുമുഖ സാമ്പത്തിക ക്രമത്തിലേക്ക് ലോകം മാറിക്കഴിഞ്ഞു എന്നതിന്റെ വ്യക്തമായ അടയാളം തന്നെയാണ് ഇത്. രാജ്യാന്തര വ്യാപാരങ്ങളിൽ ഡോളറിനെ ഒഴിവാക്കി സ്വന്തം കറൻസികളിലോ പ്രാദേശിക കറൻസികളിലോ ആശ്രയിക്കുന്ന ഡി ഡോളറൈസേഷൻ എന്ന പ്രക്രിയയ്ക്ക് ആഗോളതലത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടം കൂടിയാണിത്. പ്രധാനമായും റഷ്യയും ചൈനയുമാണ് ഡോളറിന്റെ ഈ ആധിപത്യത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്ന രണ്ട് രാഷ്ട്രങ്ങൾ. റഷ്യ ഉക്രൈൻ യുദ്ധം ഈ മാറ്റത്തിന്റെ വേഗത വർദ്ധിപ്പിച്ചു എന്നതാണ് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു വാസ്തവം. യുദ്ധത്തെ തുടർന്ന് ആഗോള സാമ്പത്തിക വിനിമയ സംവിധാനമായിട്ടുള്ള സ്വിഫ്റ്റിൽ നിന്നും റഷ്യയെ പുറത്താക്കിയതും പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ കഠിനമായ ഉപരോധങ്ങളും പുതിയൊരു സാമ്പത്തിക പരീക്ഷണത്തിന് ലോകത്തിനെ നിർബന്ധിതരാക്കി. ഇതിനെ അതിജീവിക്കാൻ റഷ്യയും ചൈനയും തങ്ങൾക്കിടയിലുള്ള വ്യാപാരം റൂബിളും യുവാനിലും നേരിട്ട് നടത്താൻ ആരംഭിച്ചു. ഇത് ഡോളറിനെ ആശ്രയിക്കാതെ തന്നെ വൻകിട വ്യാപാരങ്ങൾ സാധ്യമാണെന്ന് തെളിയിക്കുന്ന അവരുടെ പ്രഖ്യാപനം കൂടിയായിരുന്നു. ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ തങ്ങളുടെ കരുതൽ ശേഖരത്തിൽ ചൈനീസ് യുവാന് കൂടുതൽ പ്രാധാന്യം നൽകി തുടങ്ങിയത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. രാജ്യാന്തര വിപണിയിൽ ഡോളറിന് പകരമായി യുവാൻ വളർന്നു വരുന്നത് അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തിയത്. ലോകം ഒരു ഏകധ്രുവ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്നും ബഹുധ്രുവ വ്യവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് എന്ന് പറയേണ്ടതില്ലല്ലോ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം വലിയ അവസരങ്ങളാണ് തുറന്നു നൽകുന്നത്. ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രായോഗികമായ സമീപനമാണ് ഇന്ത്യ ഇവിടെ സ്വീകരിക്കുന്നത്. മലേഷ്യയുമായുള്ള വ്യാപാരം രൂപയിലും റിറ്റിംഗിലും നടത്താൻ തീരുമാനിച്ചതും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായി രൂപയിൽ ഇടപാട് നടത്താനുള്ള ചരിത്രപരമായ കരാറിൽ ഒപ്പിട്ടതും രൂപയുടെ അന്താരാഷ്ട്ര വൽക്കരണത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഡോളറിനെ ആശ്രയിക്കാതെ തന്നെ ആഗോള വ്യാപാരത്തിൽ ഇന്ത്യക്ക് സ്വന്തം നില ഉറപ്പിക്കാമെന്ന് ഇതിലൂടെ തെളിയിക്കപ്പെട്ടു. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇതേ ട്രെൻഡ് ദൃശ്യമാണ്. ബ്രസീലും അർജന്റീനയും തങ്ങളുടെ ചൈനീസ് ഇറക്കുമതിക്കായി യുവാനും മുൻഗണന നൽകി തുടങ്ങി. ഡോളർ ദൗർലഭ്യം നേരിടുന്ന രാജ്യങ്ങൾക്ക് ഇതൊരു വലിയ ആശ്വാസം തന്നെയാണ്. അമേരിക്കൻ ഉപരോധങ്ങളെ ഫലപ്രദമായി നേരിടുന്ന ഇറാൻ യുവാൻ, യൂറോ, ക്രിപ്റ്റോ കറൻസികൾ എന്നിവ ഉൾപ്പെടുന്ന വിപുലമായ വിനിമയ രീതി തന്നെയാണ് പിന്തുടർന്നു പോരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം നടക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ തന്നെയാണ്. അതായത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒരു പൊതു കറൻസി രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്
അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തിനുള്ള മരണമണിയായിട്ട് തന്നെയാണ് വിദഗ്ധർ നോക്കിക്കാണുന്നത്. എണ്ണ വ്യാപാരത്തിൽ ഡോളറിന് പകരം മറ്റ് കറൻസികൾ ഉപയോഗിച്ചു തുടങ്ങുന്നതോടെ പെട്രോ ഡോളർ എന്ന സങ്കല്പം തന്നെ തകർന്നു പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഡോളർ കേന്ദ്രീകൃതമായ ലോകക്രമത്തിൽ നിന്നും ബഹുധ്രുവങ്ങളുള്ള പുതിയൊരു സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അലയൊലികൾ വരും ദശകങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തിക നിലയെയും പുനർനിർവചിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ഏകധ്രുവ ലോകത്തു നിന്നും ബഹുധ്രുവ ലോകത്തേക്കുള്ള ഒരു ഷിഫ്റ്റ് കൂടിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആഗോള സാമ്പത്തിക രംഗത്ത് നിലനിന്നിരുന്ന ഏകധ്രുവ വ്യവസ്ഥയിൽ നിന്നും ബഹുധ്രുവ കറൻസി വ്യവസ്ഥയിലേക്കുള്ള മാറ്റം കേവലം സാങ്കേതികമായിട്ട് മാത്രം നമ്മൾ കാണാൻ പാടില്ല. മറിച്ച് ആഗോള സാമ്പത്തിക ശക്തിയുടെ വികേന്ദ്രീകരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ സംഭവിക്കാനിരിക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്താണെന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം രാജ്യങ്ങളുടെ സാമ്പത്തിക പരമാധികാരം വർദ്ധിക്കും എന്ന് തന്നെയാണ്. അതായത് വിദേശ വ്യാപാരങ്ങൾക്കായി ഡോളറിനെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ മാറുന്നതോടെ അമേരിക്കയുടെ സാമ്പത്തിക നയങ്ങളിലോ പലിശ നിരക്കുകളിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റു രാജ്യങ്ങളെ നേരിട്ട് ബാധിക്കുന്നത് കുറയും. കൂടാതെ ഡോളറിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി അമേരിക്ക ഏർപ്പെടുത്തുന്ന സാമ്പത്തിക ഉപരോധങ്ങളുടെ പ്രഹരശേഷി ഇല്ലാതാക്കാനും ഈ മാറ്റം സഹായിക്കും. ഉപരോധങ്ങളെ ഭയപ്പെടാതെ തന്നെ രാജ്യങ്ങൾക്ക് സ്വതന്ത്രമായി വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടാൻ ഇത് വഴിയൊരുക്കുകയും ചെയ്യുന്നുണ്ട്. വികസ്വര രാജ്യങ്ങളെയും വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളെയും സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം വലിയൊരു സുരക്ഷാ കവചമാണ് അവർക്കൊരുക്കുന്നത്. ഡോളറിന്റെ മൂല്യത്തിൽ ഉണ്ടാകുന്ന വൻ വ്യതിയാനങ്ങൾ പലപ്പോഴും ഇത്തരം രാജ്യങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട്. എന്നാൽ സ്വന്തം കറൻസികളിലോ മറ്റ് പ്രാദേശിക കറൻസികളിലോ വ്യാപാരം നടത്തുന്നതോടെ ഇത്തരം അസ്ഥിരതകളിൽ നിന്നും ഒരു പരിധി വരെ രക്ഷ നേടാൻ ഈ രാജ്യങ്ങൾക്ക് സാധിക്കും. ഇത് ആഗോളതലത്തിൽ കൂടുതൽ സുരക്ഷിതമായ ഒരു സാമ്പത്തിക അന്തരീക്ഷവും സൃഷ്ടിക്കുന്നുണ്ട്. ഈ പരിവർത്തനത്തിന് വേഗത കൂട്ടുന്ന മറ്റൊരു പ്രധാന ഘടകം ഡിജിറ്റൽ കറൻസികളുടെയും ക്രിപ്റ്റോ കറൻസികളുടെയും വളർച്ച തന്നെയാണ്. പരമ്പരാഗത ബാങ്കിംഗ് സംവിധാനങ്ങളെയും ഡോളർ അധിഷ്ഠിത പണമിടപാടുകളെയും മറികടന്ന് അതിവേഗത്തിലും നേരിട്ടും അന്താരാഷ്ട്ര പേയ്മെന്റുകൾ നടത്താൻ ഡിജിറ്റൽ സംവിധാനങ്ങൾ സഹായിക്കുന്നു. ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള ഇത്തരം വിനിമയങ്ങൾ ഡോളറിന്റെ ഇടനിലക്കാരൻ എന്ന പദവി ഇല്ലാതാക്കുകയും ചെയ്യും. എന്തായാലും ലോകം സാമ്പത്തികമായി കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അമേരിക്കൻ കേന്ദ്രീകൃതമായ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് മാറി വിവിധ രാജ്യങ്ങൾക്ക് തുല്യ പ്രാധാന്യമുള്ള ഒരു പുതിയ സാമ്പത്തിക ഭൂപടം രൂപപ്പെടുന്നു. ഇത് വരും കാലങ്ങളിൽ ലോകരാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിവരയ്ക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്ന അമേരിക്കയുടെ സിംഹാസനം ഇന്ന് ഇളകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനുള്ള കാരണം ഇത് തന്നെയാണ്. ഡോളറിന്റെ ആധിപത്യം കുറയുന്നത് കേവലം സാമ്പത്തിക മാറ്റം മാത്രമല്ല, ആഗോള അധികാര ഘടനയിൽ സംഭവിക്കുന്ന വലിയൊരു പൊളിച്ചെഴുത്താണ് എന്നത് ഒരിക്കൽ കൂടി പറയട്ടെ. പതിറ്റാണ്ടുകളായി തുടർന്നു പോരുന്ന ഡോളർ കേന്ദ്രീകൃതമായ ലോകം ഇന്ന് കൂടുതൽ ജനാധിപത്യപരമായ ഒരു ബഹുധ്രുവ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് വഴിമാറുന്നു. വിവിധ സ്വാധീന ശക്തിയുള്ള കറൻസികളുടെയും ഡിജിറ്റൽ കറൻസികളുടെയും കടന്നുവരവ് ഇതിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു. അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തിൽ നിന്ന് മോചിതരായി സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനാണ് ഇന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ അമേരിക്ക ഏർപ്പെടുത്തുന്ന സാമ്പത്തിക ഉപരോധങ്ങളും മറ്റ് ഭീഷണികളും തങ്ങളുടെ വികസനത്തെ ബാധിക്കരുത് എന്ന ഉറച്ച നിലപാടിലാണ് ലോകരാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഭൗമരാഷ്ട്രീയമായ അപകട സാധ്യതകളിൽ നിന്ന് രക്ഷ നേടാൻ അവർ ഡോളറിന് പകരമുള്ള വഴികൾ തേടുകയും ചെയ്യും. ഈ മാറ്റത്തിന് നേതൃത്വം നൽകുന്നത് ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ തന്നെ. ഡോളറിന്റെ ആധിപത്യം കുറയ്ക്കുന്ന പുതിയ സാമ്പത്തിക വിനിമയ രീതികൾക്കായി ഈ രാഷ്ട്രങ്ങൾ കൈകോർക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. മാത്രവുമല്ല, ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിലേക്കാണ് അറബ് രാജ്യങ്ങളും ഇപ്പോഴെത്തുന്നത്. അതായത് അറബ് രാജ്യങ്ങൾക്കും അമേരിക്കയെ വേണ്ട. നിലവിൽ ഡോളർ തന്നെയാണ് ആഗോളതലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എങ്കിലും ഒരു ബഹുധ്രുവ കറൻസി വ്യവസ്ഥയിലേക്കുള്ള മാറ്റം അനിവാര്യമായി കഴിഞ്ഞിട്ടുണ്ട്. ഈ പരിവർത്തനം അതിവേഗത്തിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ആഗോള സാമ്പത്തിക ബന്ധങ്ങളിൽ കൂടുതൽ തുല്യതയും ബാലൻസും ഉറപ്പുവരുത്തുന്ന ഈ പുതിയ യുഗത്തിനാണ് ഇതിലൂടെ തുടക്കം കുറിക്കുന്നത്. വൻ ശക്തികൾക്ക് മാത്രം നിയന്ത്രണമുള്ള പഴയ രീതിയിൽ നിന്ന് മാറി എല്ലാ രാജ്യങ്ങൾക്കും തുല്യമായ പങ്കാളിത്തമുള്ള കൂടുതൽ സുസ്ഥിരമായ ഒരു ലോക സാമ്പത്തിക ക്രമം ഇതോടെ യാഥാർത്ഥ്യമാകും. ഡോളർ യുഗം അവസാനിക്കുന്നതോടെ ലോകത്തിന്റെ സാമ്പത്തിക ഭൂതകാലം മാറ്റിമറയ്ക്കപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കാൻ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.